ഇന്ന് ഞങ്ങൾ ഉച്ചയൂണിന് പോയത് നമ്മുടെ കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള പഴയിടം രുചി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ചെന്നിട്ട് ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒത്തിരി പേര് വന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഇത് എവിടെയാണ് കാണാപ്പാടമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു അടയാളം പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ചെന്ന് ഓട്ടോക്കാരോടും ഒക്കെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ടുള്ള അടയാളം പറയും. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഈ പഴയിടം എന്ന ആളുടെ ഊണ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറയാതെ തന്നെ അറിയായിരിക്കും. വെജിറ്റേറിയനിൽ ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാ കറികളും വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ അകത്ത് പൈനാപ്പിൾ മധുരക്കറിയൊക്കെ വളരെ ടേസ്റ്റിയാണ്. പായസമൊക്കെ സൂപ്പറാണ്. അപ്പം ഒരു 2 മണിക്ക് മുന്നേ അവിടെ ചെല്ലണം, ഇല്ലെങ്കിൽ എല്ലാം കാലിയാകും. പിന്നെ വൈകിട്ടൊന്നും മീൽസ് കിട്ടത്തില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ മീൽസ്. അപ്പം ഈ പഴയിടത്തിനെ എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, രുചി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഒരുപാട് കലോത്സവങ്ങൾക്കൊക്കെ വലിയ വലിയ സദ്യകളൊക്കെ ഒരുക്കുന്ന ഒരു ആളാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ എന്താണേലും ഇത് ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. വെജിറ്റേറിയനിൽ ഇത്രയും നല്ലൊരു സദ്യ കഴിച്ചിട്ട് ഒത്തിരി നാളായി ശരിക്കും പറഞ്ഞാൽ. എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ 1:30 ആയപ്പോൾ ചെന്നിട്ട് പോലും അവിയലൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കാൻ കിട്ടി. അത് കഴിഞ്ഞ് വന്നവരൊക്കെ ചോറ് തീർന്നു എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഇറങ്ങി പോവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. അപ്പം നല്ല രുചിയായിരുന്നു. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഊണ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടും. സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കോട്ടയത്താണിത്, ഏറ്റുമാനൂർ അമ്പലത്തിനടുത്ത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.